തീർച്ചയായിട്ടും ഇന്ന് 2025 മെയ് 30 ഞാൻ എൻ്റെ 66-ാമത്തെ വയസ്സിലേക്ക് കാലുകുത്തിയിരിക്കുന്നു. മനസ്സുകൊണ്ട് പ്രായം 30 പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അത് പണ്ടേ പറയാറുണ്ട്. ചൂണ്ടുവിരലിലൂടെയാണ് നമ്മൾ, സ്നാപ്പുകളിലൂടെയാണ് പോകുന്നത്. ചൂണ്ടുവിരൽ കാവിശിക 2024 ജാനുവരി 30 പ്രസിദ്ധീകരിച്ച പ്രകാശനം ചെയ്ത കരുവള്ള മുരളിയാണ് പ്രകാശനം ചെയ്തത്, സംഗീത നാടക അക്കാദമി സെക്രട്ടറി. അപ്പോൾ ചൂണ്ടുവിരലിലെ മറ്റു കുറേ കവിതകളിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. സ്നാപ്പ് നമ്പർ 1120 നമ്മൾ വന്നിരിക്കുന്നത്. ഇനി 1121 മുതലാണ് നമ്മൾ ചൂണ്ടുവിരൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്നാപ്പ് നമ്പർ 1121 കടക്കുകയാണ്. സജിത രഘുനാഥിൻ്റെ വരികളാണ്. സജിത രഘുനാഥിൻ്റെ വരികൾ. ഉന്മാദ നൃത്തം ചവിട്ടിച്ചതയ്ക്കുന്ന പെണ്ണുടൽ, ഉന്മാദ നൃത്തം ചവിട്ടിച്ചതയ്ക്കുന്ന പെണ്ണുടൽ, ഭാരതാംബതൻ ധീരപുത്രി, ഭാരതാംബതൻ ധീരപുത്രി, അന്തരാം ലോകത്തിൽ അന്തരായി നടിക്കുവോർ, അന്തരാം ലോകത്തിൽ അന്തരായി നടിക്കുവോർ, മൗനം വെടിയുവിൻ, മൗനം വെടിയുവിൻ, മൗനം വെടിയുവിൻ, അതിജീവനത്തിൻ പാത തുറക്കുവിൻ, അതിജീവനത്തിൻ പാത തുറക്കുവിൻ. ഒരു ആവേശത്തിലാണ്. എങ്ങനെയാണ് കുറച്ചുകൂടി ആവേശത്തിൽ പറഞ്ഞു നോക്കാം. ഉന്മാദ നൃത്തം ചവിട്ടി ചതയ്ക്കുന്ന പെണ്ണുടൽ, ഭാരതാംബതൻ ധീരപുത്രി, അന്തരാം ലോകത്തിൽ അന്തമാം ലോകത്തിൽ അന്തരായി നടിക്കുവോർ, മൗനം വെടിയുവിൻ, അതിജീവനത്തിൻ പാത തുറക്കുവിൻ, അതിജീവനത്തിൻ പാത തുറക്കുവിൻ. അങ്ങനെയാണ് സജിത രഘുനാഥ് പറയുന്നത്. മണി ചാവക്കാടിൻ്റെ വരികളാണ്. 1122 നമ്മൾ എത്തിയിരിക്കുന്നത്. സ്നാപ്പ് നമ്പർ 1122. ഭൂമിയിൽ പെണ്ണിൻ്റെ നിലവിളികൾ നിലയ്ക്കുന്നില്ല, ഭൂമിയിൽ പെണ്ണിൻ്റെ നിലവിളികൾ നിലയ്ക്കുന്നില്ല. ഫാസിസത്തിന് മുന്നിൽ നിയമങ്ങൾ നിലതെറ്റി വീഴുന്നു, ഫാസിസത്തിന് മുന്നിൽ നിയമങ്ങൾ നിലതെറ്റി വീഴുന്നു. മണി ചാവക്കാട് ചെയ്യുന്നത് ഒരവസ്ഥ തുറന്നു കാണിക്കുക മാത്രമാണ്, മനസ്സിലാക്കൽ മാത്രമാണ്. ആഹ്വാനം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ തുറന്നു പറയുകയാണ്. ഭൂമിയിൽ പെണ്ണിൻ്റെ നിലവിളികൾ നിലയ്ക്കുന്നില്ല, ഭൂമിയിൽ പെണ്ണിൻ്റെ നിലവിളികൾ നിലയ്ക്കുന്നില്ല. ഫാസിസത്തിന് മുന്നിൽ നിയമങ്ങൾ നിലതെറ്റി വീഴുന്നു, ഫാസിസത്തിന് മുന്നിൽ നിയമങ്ങൾ നിലതെറ്റി വീഴുന്നു. അടുത്തത് സ്നാപ്പ് നമ്പർ 1123 ഇമ്മാനുവൽ മെറ്റിൽസിൻ്റെയാണ്. ഇമ്മാനുവൽ മെറ്റിൽസ് കവിശികയുടെ ഒരു നന്നായി കവിത എഴുതുന്നൊരു കക്ഷിയാണ്. അപരയുടെ തുണിയഴിക്കുന്ന വിരലുകൾ അറിയുവാൻ ഉയരട്ടെ അക്ഷരക്കൈകൾ, അപരയുടെ തുണിയഴിക്കുന്ന വിരലുകൾ അറിയുവാൻ ഉയരട്ടെ അക്ഷരക്കൈകൾ, അപരയുടെ തുണിയഴിക്കുന്ന വിരലുകൾ അറിയുവാൻ ഉയരട്ടെ അക്ഷരക്കൈകൾ, അക്ഷരക്കൈകൾ, അക്ഷരക്കൈകൾ. സ്നാപ്പ് നമ്പർ 1124 വരുമ്പോൾ രാഖി ആർ ആചാരിയാണ്. ഉറക്കമായി നീതി നിയമ കാവലാളെല്ലാം മയക്കം നടിച്ചതോ, ഉറക്കമായി നീതി നിയമ കാവലാളെല്ലാം മയക്കം നടിച്ചതോ, പലമേനി നഗ്നരായിടവേ തടുക്കുവാനില്ല പ്രതിജ്ഞയ്ക്കായി നീട്ടിയ കൈകളൊന്നും പറയുന്നതോ ഏവരും, പ്രതിജ്ഞയ്ക്കായി നീട്ടിയ കൈകളൊന്നും പറയുന്നതോ ഏവരും. സോദരീ ഉറക്കമായി നീതി നിയമ കാവലാളെല്ലാം മയക്കം നടിച്ചതോ, പലമേനി നഗ്നരായിടവേ തടുക്കുവാനില്ല പ്രതിജ്ഞയ്ക്കായി നീട്ടിയ കൈകളൊന്നും പറയുന്നതോ ഏവരും. സോദരീ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വേട്ടയാടുന്നത്. സ്നാപ്പ് നമ്പർ 1125 നമ്മൾ എത്തുകയാണ്. 1125 വരുമ്പോൾ മണി കാവശ്ശേരിയുടെ വരികളാണ്. മണി കാവശ്ശേരി പറയുന്നു, നീതി നേടും കരങ്ങളെന്നും അഗ്നിയായി ജ്വലിക്കവേ, നീതി തേടും കരങ്ങളെന്നും അഗ്നിയായി ജ്വലിക്കവേ, ധൂമമായി തീരുമെന്നും ആർഷഭൂവിൻ മുള്ളുകൾ.
അറ്റാക്ക് പറയുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടിയാൽ തീർക്കാവുന്ന വിഷയങ്ങളൊന്ന് തുറന്നു പറയുന്നുണ്ട്. നീതി തേടും കരങ്ങളെന്നും അഗ്നിയായി ജ്വലിക്കവേ ധൂമമായി തീരുമെന്നും ആർഷബോവിൻ മുള്ളുകൾ. സ്നാപ് നമ്പർ 1126 ഭാവന രമേഷിന്റെ വരികളാണ്. ബലഹീനരെ എയ്തൊടുക്കുന്ന നിന്റെ കൈകൾ, പുനഃസൃഷ്ടിക്കാതിരിക്കാൻ ആവതുണ്ടോ എൻ്റെ ശബ്ദത്തിന്? ബലഹീനരെ എയ്തൊടുക്കുന്ന നിന്റെ കൈകൾ പുനഃസൃഷ്ടിക്കാതിരിക്കാൻ ആവതുണ്ടോ എൻ്റെ ശബ്ദത്തിന്? ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ്. എൻ്റെ ശബ്ദം അത്ര ധീരമായി മുഴങ്ങുന്നുണ്ടോ, ഈ അനീതിക്കെതിരെ മുഴങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കണമെന്നാണ് പറയുന്നത്. മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ലക്ഷണങ്ങളുണ്ട്. അതുകൊണ്ട് ചെറിയ മർമറിങ് മഴയുടേതാണ്. പുറത്ത് മഴ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിന് മുമ്പ് കുറച്ച് സ്നാപ്പുകൾ ചെയ്തേക്കാം. ഫെമീദ കോട്ടയ്ക്കലിൻ്റെ വരികളാണ്. 1127 വർഗീയത പെറ്റുപെരുകി ഇനിയും ഈ ഭാരതാംബികയുടെ മാറിൽ നിണം തളം കെട്ടിയ പെണ്ണുടലുകളും വെന്തമാംസങ്ങളുടെ ഗന്ധവും ഇല്ലാതിരിക്കാൻ കമവറി പൂണ്ട ഫാഷിസത്തിന്റെ കരങ്ങളെ വേരോടെ പിഴുതെറിയണം നമ്മൾ. ഡയറക്റ്റ് ഒരു ആഹ്വാനം മാത്രമാണ്. വർഗീയത പെറ്റുപെരുകി ഇനിയും ഈ ഭാരതാംബികയുടെ മാറിൽ നിണം തളം കെട്ടിയ പെണ്ണുടലുകളും വെന്തമാംസങ്ങളുടെ ഗന്ധവും ഇല്ലാതിരിക്കാൻ കമവറി പൂണ്ട ഫാഷിസത്തിന്റെ കരങ്ങളെ വേരോടെ പിഴുതെറിയണം നമ്മൾ. അതാണ് ഫെമീദ കോട്ടയ്ക്കൽ. ഡയറക്റ്റ് അറ്റാക്കാണ്. ഇത് അവസാനിപ്പിക്കണം എന്നുള്ള അത് പറഞ്ഞുകൊണ്ട്. സ്നാപ് നമ്പർ 1128 അശ്വതി VR പുളകം കൊണ്ട് വിളിച്ചിരുന്നു ഭാരത് മാതാ കീ ജയ്. എന്നൊരു നാളെങ്കിൽ, പണ്ടത്തെ കഥയാണ്. പുളകം കൊണ്ട് വിളിച്ചിരുന്നു ഭാരത് മാതാ കീ ജയ് എന്നൊരു നാളെങ്കിൽ ഇന്നീ രാജ്യത്തിൻ നീതികേടിൻ അപമാനം കൊണ്ട് തല താഴ്ന്നിടുന്നല്ലോ. അശ്വതി VR. സ്നാപ് നമ്പർ 1129 രഘുനാഥൻ കണ്ടോത്ത് എന്താണ് പറയുന്നത് നോക്കാം. മാതൃവംശജരാം തരുണീമണികളെ വേട്ടയാടുന്നു ചെന്നായ്ക്കൂട്ടം. മദ്യാസക്തൻ നിശാനർത്തനം കണ്ടപോൽ നടകൊള്ളൂ രക്ഷകർ നിസ്സംഗരായി. മദ്യാസക്തൻ നിശാനർത്തനം കണ്ടപോൽ നടകൊള്ളൂ രക്ഷകർ നിസ്സംഗരായി. ആർപ്പുവിളികളായെന്നാണ് എഴുതേണ്ടത്. നിസ്സംഗരം എന്നല്ല, ആർപ്പ് വിളിച്ചുകൊണ്ടാണ് രക്ഷകർ കയ്യടിക്കുന്നു. റേപ്പിയോ എന്ന് പറഞ്ഞിട്ട് കയ്യടിക്കുകയാണ്. എന്തൊരവസ്ഥ. സ്നാപ് നമ്പർ 1130 നമ്മൾ എത്തുകയാണ്. നിഷ ആറിന്റെ വരികളാണ്. ഹൃദയശൂന്യരാം കാട്ടാളർ വാഴുമീ ഭാരതമിത് ഭാരം താങ്ങുമിടം. പുഷ്പസുരവിലമാവേണ്ട പൂവാടിയിൽ ചീഞ്ഞു നാറുന്നു വെറുപ്പിൻ കുമിളകൾ. ആത്മാഭിമാനത്താൽ ഉയരേണ്ട ശിരസുകൾ പാപഭാരത്താൽ താഴുന്നു വീണ്ടും. നേരത്തെ പലരും പറഞ്ഞിരിക്കുന്നു ശിരസ് കുനിക്കുക എന്നുള്ളത്. അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഹൃദയശൂന്യരാം കാട്ടാളർ വാഴുമീ ഭാരതമിത് ഭാരം താങ്ങുമിടം. പുഷ്പസുരഭിലമാവേണ്ട പൂവാടിയിൽ ചീഞ്ഞു നാറുന്നു വെറുപ്പിൻ കുമിളകൾ. ആത്മാഭിമാനത്താൽ ഉയരേണ്ട ശിരസുകൾ പാപഭാരത്താൽ താഴുന്നു വീണ്ടും. പാപഭാരത്താൽ താഴുന്നു വീണ്ടും. പാപഭാരത്താൽ താഴുന്നു വീണ്ടും. സ്നാപ് നമ്പർ 1131 രവീന്ദ്രൻ ചെമ്മനാടൻ എഴുതിയിരിക്കുന്നതാണ്. കത്തിപ്പടരുമീ വീതികൾ തോറും
ഫാസിസത്തിൻ വിഷജ്വാലകൾ നീളെ പെരുവഴിയാകെ പെണ്ണുടൽ കാട്ടി പെണ്ണിൻ മാനം തച്ചു തകർപ്പൂ മാനവ നന്മയുറപ്പിക്കാനായി അണിചേരാമിനി സോദരരേ. കത്തിപ്പടരുമീ വീതികൾ തോറും ഫാസിസത്തിൻ വിഷജ്വാലകൾ നീളെ പെരുവഴിയാകെ പെണ്ണുടൽ കാട്ടി പെണ്ണിൻ മാനം തച്ചു തകർപ്പൂ മാനവ നന്മയുറപ്പിക്കാനായി അണിചേരാമിനി സോദരരേ, അണിചേരാമിനി സോദരരേ. സ്നാപ്പ് നമ്പർ 1132 ഉഷ ഭവാനി എന്ന് പറയുന്നു. നോക്കാം. വെറുപിടിച്ചലറുന്ന ആൾക്കൂട്ടമല്ല പെണ്ണേ നമ്മളെ അപമാനിച്ചത്. വെറുപിടിച്ചലറുന്ന ആൾക്കൂട്ടമല്ല പെണ്ണേ നമ്മളെ അപമാനിച്ചത്. ഭാരത ഭരണ നിപുണരുടെ മൗനമാണ്. ഭാരത ഭരണ നിപുണരുടെ മൗനമാണ്. ലോകമറിയാതെത്ര പ്രാണപ്പിടച്ചിലുകളാണിനിയും നിങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ളത്. ലോകമറിയാതെത്ര പ്രാണപ്പിടച്ചലുകളാണിനിയും നിങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ളത്. ഉഷ ഭവാനി. സ്റ്റാപ്പ് നമ്പർ 1133 ജോഷിമ പ്രാണത്തിന്റെ വരികൾ നോക്കാം. തുണിയൊരിഞ്ഞു കടിച്ചു വലിച്ചു രസിക്കുക, തുണിയൊരിഞ്ഞു കടിച്ചു വലിച്ചു രസിക്കുക, പിന്നെ കൊന്നു തള്ളുക, ചവും വരെ ഭോഗിക്കുക. ചത്തുകിടക്കും ശവങ്ങൾ അപര മതത്തിലെങ്കിൽ ചത്തുകിടക്കുന്ന ശവങ്ങൾ അപരമതത്തിലെങ്കിൽ മോക്ഷം നിശ്ചയമെന്ന് പുതുയോഗിമാരും ഒരു രാജാവും പുലമ്പുന്നു. തുണിയൊരിഞ്ഞ് കടിച്ചു വലിച്ചു രസിക്കുക, പിന്നെ കൊന്നു തള്ളുക, ചവും വരെ ഭോഗിക്കുക, ചത്തുകിടക്കും ശവങ്ങൾ അപരമതത്തിലെങ്കിൽ അപ്പം മോക്ഷം ഉറപ്പാണത്രേ. ആര് പറയുന്നു? മോക്ഷം നിശ്ചയമെന്ന് യോഗിമാരും ഒരു രാജാവും. ഇങ്ങനെ പറയാ. അപരമതത്തിലുള്ളവന്റെ ശവമല്ലേ മോക്ഷം. നമുക്ക് മോക്ഷം, അവരെ കൊന്നതിന് നമുക്ക് മോക്ഷം കിട്ടും. ജോഷിയുടെ ഒരു ആക്രമണമാണ്, ഭരണാധികാരികൾക്കെതിരെയുള്ള ഒരു ആക്രമണമാണ്. പ്രതീഷിന്റെ വരികളാണ്. മഴ കൂടുന്നുണ്ട്. കാവ്യയുടെ കവിതയിലല്ല എൻ്റെ ഇന്ത്യ. 3 വരികൾ. കാവ്യയുടെ കവിതൻ പറ്റ കോമയില. കാവ്യയുടെ കവിതയിലില്ല എൻ്റെ ഇന്ത്യ. കാവ്യയുടെ കവിതയിലില്ല എൻ്റെ ഇന്ത്യ. അതാണ് പ്രതീക്ഷ എഴുതിയിട്ടുള്ളത്. സാദിർ ആലപ്പുഴ എഴുതുന്ന നോക്കാം. ഈ മുദ്രാവാക്യങ്ങളാവും ഉടഞ്ഞുടലിൽ നിന്ന് മുഷ്ടികൾ മുളയ്ക്കും. ഈ മുദ്രാവാക്യങ്ങളാവും ഉടഞ്ഞുടലിൽ നിന്ന് മുഷ്ടികൾ മുളയ്ക്കും. മനുഷ്യാന്തകരെ മരണം നിങ്ങൾക്കുള്ള മറുപടി. ഈ മുദ്രാവാക്യങ്ങളാവും ഉടഞ്ഞുടലിൽ നിന്ന് മുഷ്ടികൾ മുളയ്ക്കും. ഉടഞ്ഞുടലിൽ നിന്നും മുഷ്ടികൾ മുളയ്ക്കും. മനുഷ്യാന്തകരെ മരണം നിങ്ങൾക്കുള്ള മറുപടി. പ്രകൃതി എൻവിയുടെ വരികൾ നോക്കാം. പ്രകൃതി എൻവി. അപ്പോൾ സ്നാപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. 1136 വന്നു. നേരത്തെ സാദിർ ആലപ്പുഴയുടെ 1135. 1136 എന്നെ പ്രസവിച്ചതും ഒരു സ്ത്രീ, നിന്നെ പ്രസവിച്ചതും ഒരു സ്ത്രീ. എന്നെ പ്രസവിച്ചതും ഒരു സ്ത്രീ, നിന്നെ പ്രസവിച്ചതും ഒരു സ്ത്രീ. ഉടുതുണി മറയ്ക്കാതെ പക്ഷയ്ക്ക് നിർത്തിയ വെറുമൊരു ഉടലുകൾ ആണത്രേ മതത്തിൻ ചിഹ്നം. ഉടുതുണി മറയ്ക്കാതെ പക്ഷയ്ക്ക് നിർത്തിയ വെറുമൊരു ഉടലുകൾ ആണത്രേ മതത്തിൻ ചിഹ്നം. പ്രകൃതി എൻ്റെ അവസാനത്തൊരു തുപ്പലുണ്ട്.
ജയൻ മടിക്കയുടെ വരികളിലേക്കാണ്. 1137 ജയൻ മടിക്കൈ മനുസ്മൃതിയിലേക്ക് നടന്നെടുക്കുന്ന ഭാരതത്തെ ഒരക്ഷര ഒരു 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 ഞരക്കം അവശേഷിപ്പിച്ച് പിച്ചിച്ചീന്തിയിട്ടുണ്ട് ആ വയലിൽ. ഉയർന്നു കേൾക്കാമപ്പോൾ നസ്ത്രീ സ്വാതന്ത്ര്യമർഹത, നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി. മനുസ്മൃതിയിലേക്ക് നടന്നെടുക്കുന്ന ഭാരതത്തെ ഒരു ഞരക്കം അവശേഷിപ്പിച്ച് പിച്ചിച്ചീന്തിയിട്ടുണ്ട് ആ വയലിൽ. മനുസ്മൃതിയിലേക്ക് നടന്നെടുക്കുന്ന ഭാരതത്തെ ഒരു ഞരക്കം അവശേഷിപ്പിച്ച് പിച്ചിച്ചീന്തിയിട്ടുണ്ട് ആ വയലിൽ. ഉയർന്നു കേൾക്കാം ഇപ്പോൾ നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി, നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി. സ്ത്രീകൾക്ക് ഒരിക്കലും സ്വാതന്ത്ര്യമില്ല. ഈ വേട്ടനായ്ക്കൾക്ക് വേട്ടയാടാനുള്ള ശരീരം മാത്രമാണ്. അതാണ് ഈ പറഞ്ഞു വരുന്നത്. ജയൻ മടിക്കയുടെ പ്രതിഷേധമാണ്. രാജേഷ് ടി എ എഴുതുന്നു. സ്നാപ്പ് നമ്പർ 1138. മഴ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശബ്ദം ട്രാക്കിൽ കിട്ടും. നിന്റെ കപടമുഖത്തെ കറുത്ത തുണി തെരുവിലേക്ക് വലിച്ചെറിയൂ, വലിച്ചെറിയൂ. നിന്റെ കപടമുഖത്തെ കറുത്ത തുണി തെരുവിലേക്ക് വലിച്ചെറിയൂ. നീ പഠിക്കേണ്ടത് അവിടെ നിന്നാണ്, നീ പഠിക്കേണ്ടത് അവിടെ നിന്നാണ്. സ്നാപ്പ് നമ്പർ 1139. സിബിൻ ചെറിയാൻ എന്ത് പറയും നോക്കാം. നീതിയുള്ള കാലമേത്, നീതിയുള്ള കാലമേത്, നിയമലിപി ഉള്ളിടത്താണ്. നീതിയുള്ള കാലമേത്, നിയമലിപി ഉള്ളിടത്താണ്. ചരിത്രമിത്ര നീചമാകും, ചരിത്രമിത്ര നീചമാക്കും. ചലനമില്ലാ ഭരണമേ ഭാഗ്യമാണ് നീതിയെന്ന് ജനാധിപത്യ ഭീതിയുണ്ട്. ഭാഗ്യമാണ് നീതിയെന്ന് ജനാധിപത്യ ഭീതിയുണ്ട്. നീതിയുള്ള കാലമേത്, നിയമലിപി ഉള്ളിടത്താണ്. ചരിത്രമിത്ര നീചമാക്കും, ചലനമില്ലാ ഭരണമേ ഭാഗ്യമാണ് നീതിയെന്ന് ജനാധിപത്യ ഭീതിയുണ്ട്. സ്നാപ്പ് നമ്പർ 1140. കാവ്യഭാസ്കറിന്റെ വരികളാണ്. മാനം നശിച്ചു മുറിവേറ്റ പെണ്ണിന്റെ പക്ഷമാംസം കത്തിപ്പടരുമ്പോൾ കണ്ണുമുടക്കുന്നു ലോകം, കണ്ണുമൂടുന്നു ലോകം. ഓരോ ഭാരതീയന്റെ നെഞ്ചിലും നോവുന്നൊരിടി മുഴക്കം. അങ്ങനെയാണ് പോകുന്നത്. മനം നശിച്ച് മുറിവേറ്റ പെണ്ണിന്റെ പക്ഷമാംസം കത്തിപ്പടരുമ്പോൾ കണ്ണുമൂടുന്നു ലോകം. ഓരോ ഭാരതീയന്റെ നെഞ്ചിലും നോവുന്നൊരുട്ടി മുഴക്കം, ഒരിടി മുഴക്കം. കാവ്യഭാസ്കർ ശക്തമായി എഴുതിയിരിക്കുകയാണ്. നെക്സ്റ്റ് 1141 സ്നാപ്പിലേക്ക് കിടക്കണം. അരുണിമ ചന്ദ്രന്റെ വരികളാണ്. അണിയറയിൽ രാജാവ് മൗനമായി നിന്നു. അരങ്ങിൽ തുണി വലിച്ചെറിഞ്ഞവർ പറഞ്ഞു, എല്ലാ ഇന്ത്യക്കാരും സഹോദരികൾ. അണിയറയിൽ രാജാവ് മൗനിയായി നിന്നു. അരങ്ങിൽ തുണി വലിച്ചെറിഞ്ഞവർ പറഞ്ഞു, എല്ലാ ഇന്ത്യക്കാരും സഹോദരികൾ. വിമൽ വാസുദേവിന്റെ വരികളാണ്. വിമൽ വാസുദേവ്. ക്ഷേലപോയ പെണ്ണവൾക്ക് ചോർന്നു പോയ ധൈര്യ മണ്ണേകിടാൻ നിവർന്നു നിന്ന മാധവന്റെ മണ്ണിതോ ചീർത്ത കോമരങ്ങളെന്നു ഓർത്തുകൊള്ളു പൈതൃകം. കോർക്കുമില്ല എങ്കിൽ നെഞ്ചിലീർഷയാൽ തൃശൂലവും. ചേലപോയ പെണ്ണവൾക്ക് ചോർന്നു പോയ ധൈര്യ മണ്ണേകിടാൻ നിവർന്നു നിന്ന മാധവന്റെ മണ്ണിതോ ചീർത്ത കോമരങ്ങളെന്നു ഓർത്തുകൊള്ളു പൈതൃകം. ചീർത്ത കോമരങ്ങളെന്നു ഓർത്തുകൊള്ളു പൈതൃകം. പൈതൃകം കോർക്കുമില്ല എങ്കിൽ നെഞ്ചിലീർഷയാൽ. ഇല്ലെങ്കിലേ തൃശൂലം നെഞ്ചി കയറും. കോർക്കുമില്ല എങ്കിൽ നെഞ്ചിലീർഷയാൽ തൃശൂലവും. ചേലപോയ പെണ്ണവൾക്ക് ചോർന്നു പോയ ധൈര്യമന്നേകിടാൻ നിവർന്നു നിന്ന മാധവന്റെ മണ്ണിതോ ചീർത്ത കോമരങ്ങളെന്നു ഓർത്തുകൊള്ളു പൈതൃകം. കോർക്കുകില്ല എങ്കിൽ നെഞ്ചിലീർഷയാൽ തൃശൂലവും.
സ്നാപ്പ് നമ്പർ 1143, ജുമി കെ ശിഹാബ്. ജുമി കെ ശിഹാബിൻ്റെ വരികളിലേക്ക് പോവാം. മാനവും ജീവനും ഈ നാടിൻ്റെ അന്തസ് കൺകെട്ടി നിൽക്കുന്ന നീതി മാതാവേ നിൻ വായയും മുടിയോവർ. മാനവും ജീവനും ഈ നാടിൻ്റെ അന്തസ് കൺകെട്ടി നിൽക്കുന്ന നീതി മാതാവേ, നീതി ദേവതോടാണ്, നിൻ വായയും മുടിയോ അവർ. മഴ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 3-4 കൂടി ചെയ്തിട്ട് നിർത്തേണ്ടി വരും. ബഷീർ സിവിയുടെ വരികളാണ്. സ്നാപ്പ് നമ്പർ 1144. നമ്മുടെ കവിശികയിൽ ഗസലൊക്കെ അവതരിപ്പിക്കുന്നതാണ് ബഷീർ സിവി. അവർ മകളെ രക്ഷിക്കാൻ പറഞ്ഞ് ഭാര്യയെ ഉപേക്ഷിച്ചത്. മകളെ രക്ഷിക്കാൻ പറഞ്ഞ് ഭാര്യയെ ഉപേക്ഷിച്ചത്. മകളെ പഠിപ്പിക്കാൻ പറഞ്ഞ് മകളെ പീഡിപ്പിച്ചത്. നാടുകാക്കുമെന്ന് പറഞ്ഞു കട്ടുമുടിക്കുന്നവർ. വേണം പാടണ പോലെയാ. ഒരുമിച്ച് നിർത്തുമെന്ന് പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നവർ. അവർ മകളെ രക്ഷിക്കാൻ പറഞ്ഞ് ഭാര്യയെ ഉപേക്ഷിച്ചവർ. മകളെ പഠിപ്പിക്കാൻ പറഞ്ഞ് മകളെ പീഡിപ്പിച്ചവർ. നാടുകാക്കുമെന്ന് പറഞ്ഞ് കട്ടുമുടിക്കുന്നവർ. ഒരുമിച്ച് നിർത്തുമെന്ന് പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നവർ. ഇനി എൻ്റെ വരികളാണ്. ചാക്കോടി ആൻഡ് ദി കാറ്റ്സ്. എൻ്റെ വരികളും കൂടി ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഈ എപ്പിസോഡ് ബ്രേക്ക് ചെയ്യാം. 1145 സ്നാപ്പിലേക്ക് നമ്മൾ എത്തുകയാണ്. ചാക്കോടി ആൻഡ് ദി കാറ്റ്സ്. കാഴ്ചമുരടിച്ച കണ്ണീര് വറ്റിയ സ്വാർത്ഥ ജനതയോട് മണിപ്പൂരിലെ സ്ത്രീകൾ ആവർത്തിക്കുന്നു, ഇന്നു ഞങ്ങൾ നാളെ നിങ്ങൾ. കാഴ്ചമുരടിച്ച കണ്ണീര് വറ്റിയ സ്വാർത്ഥ ജനതയോട് മണിപ്പൂരിലെ സ്ത്രീകൾ ആവർത്തിക്കുന്നു, ഇന്ന് ഞങ്ങൾ നാളെ നിങ്ങൾ. താങ്ക് യു വെരി മച്ച്. നമ്മൾ 1145 സ്നാപ്പിൽ ജസ്റ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യാണ്. മഴ ശക്തമാകുന്നതുകൊണ്ടാണ്. ചുണ്ടുവിരൽ എന്നുള്ള കവിശിക 2024 ജനുവരി 30 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്നാണ്. ഇതിൻ്റെ എഡിറ്റർ ഡോക്ടർ സി രാവണിയാണ്. സ്നാപ്സ് ചാക്കോടി അന്തിക്കാട് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. സ്നാപ്പുകളെല്ലാം അതിലേ ഇടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരന്തരമായിട്ട് താല്പര്യമുള്ളവർ സൗകര്യം ഉണ്ടാക്കിയിട്ട് കാണുക. ഇതെല്ലാം ഒന്ന് പരിചയപ്പെടാം. ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ 66-ാം വയസ്സിലും ഇത് തുറന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഐ വാണ്ട് യുവർ സപ്പോർട്ട്. സബ്സ്ക്രൈബ് ചാക്കോടി അന്തിക്കാട്, സ്നാപ്സ് ചാക്കോടി അന്തിക്കാട്. 2 ചാനലുണ്ടെന്ന്. ചാക്കോടി അന്തിക്കാട് ഫിലിംസാണ്. അതിൽ ഒരുപാട് എല്ലാ ഐറ്റങ്ങളും കയറുന്നുണ്ട്, ഡോക്യുമെൻ്ററികളും അതൊക്കെ. പക്ഷേ സ്നാപ്സ് ചാക്കോടി അന്തിക്കാടിലാണ് സ്നാപ്പുകൾ കയറുന്നത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയ ബ്രേക്ക്. അഭിവാദ്യങ്ങൾ.